നമസ്കാരം. ഒരു പിടി കുഞ്ഞും വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 5, സമയം 12 PM. ആവേശമായി ആദ്യ വനിതാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷ എന്നിവയിൽ അവബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടി കീഴാറ്റിങ്ങൽ YLM UPSൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തിലെ ആദ്യ വനിതാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ സരിക ജ്യോതി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഇതിനോടനുബന്ധിച്ച് സ്കൂളിൽ മോക്ക് ഡ്രിൽ, ട്രാഫിക് സിഗ്നൽ, പ്ലക്കാർഡ് നിർമ്മാണം, ചിത്രരചന എന്നിവ സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബിനു ഷെറീന, മാനേജർ അഡ്വക്കേറ്റ് A ഹമീദ്, അധ്യാപകരായ ജമീൽ, റസീന ബീഗം, നിസി, ശാരിക, അമൃത എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. നാലാമത് വാർഷികം ആഘോഷിക്കുന്ന LDF സർക്കാരിൽ നിന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ പാവങ്ങൾക്ക് യാതൊരു നീതിയും നൽകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് പേരൂർക്കട ബിന്ദുവിൻ്റെ വിഷയം. പട്ടിണി പാവങ്ങളെ ഉപദ്രവിക്കുന്നതിലൂടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും നിർധനരായവർക്കും എതിരെ പിണറായി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് നടപ്പാക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയുന്ന മുഖ്യമന്ത്രി സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് നൽകുന്നതെന്ന് പറയാനുള്ള ആർജവം കാണിക്കണമെന്നും നവലോക ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MP ആവശ്യപ്പെട്ടു. ഒരു വീട്ടിൽ പോയി അവർ ജോലി ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് കിട്ടുന്ന പണം എടുത്തുകൊണ്ട് അവരുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരം പാവങ്ങളൊക്കെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പം ജോലിക്ക് പോകുന്ന അവസരത്തിൽ ആ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം കണ്ടില്ല എങ്കിൽ അത് ഇവർ തന്നെ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമായി ഞാൻ കാണുന്നില്ല. കാരണം ബിന്ദു അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് ബിന്ദു ചോദിച്ചു. ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം 4ാമത് വാർഷിക ആഘോഷം വളരെ ആഘോഷപൂർവ്വം കേരളത്തിലുടനീളം